ഇടുക്കിയിലേക്കാണ്. അവിടെയും ശക്തമായ മഴ പെയ്യുന്നുണ്ട്, കൃഷിനാശമുണ്ടായിട്ടുണ്ട് എന്നൊക്കെ വിവരം വരുന്നുണ്ട്. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി. രാഹുൽ, മലയോര മേഖലകളിൽ ഉള്ളവർക്ക് ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുണ്ട്. എന്താണ് ഇടുക്കി ജില്ലയിലെ സാഹചര്യം? മഴ തുടരുകയാണോ? അനുജ, മഴയ്ക്കൊരു ശമനമുണ്ട്. പക്ഷേ ഇന്നലെ രാത്രിയിൽ അതിശക്തമായ മഴയാണ് പരക്കെ പെയ്തിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടുക്കിയിലെ ചെറു ഡാമുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. പാമ്പള ഡാമിന്റെ ഒരു ഷട്ടർ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വ്യാപകമായിട്ട് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യം. നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ കൊച്ചുരുമ്പനിൽ PK ശിവൻ എന്ന് പറയുന്ന ആളുടെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ അപകടാവസ്ഥയിലായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് എഴുകുംവയലിലാണ്. അവിടെ ഒരു കൃഷിസ്ഥലം പൂർണ്ണമായിട്ടും ഒലിച്ചു പോകുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് നോക്കിയാൽ അറിയാം, ഏകദേശം 1 ഏക്കറോളം സ്ഥലത്തെ കൃഷി പൂർണ്ണമായിട്ടും നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഏലം, അതുപോലെ തന്നെ കുരുമുളക്, മറ്റ് അത്തരത്തിലുള്ള കൃഷികളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് എഴുകുംവയല കുട്ടൻകവല എന്ന് പറയുന്ന സ്ഥലത്ത് സണ്ണി എന്ന് പറയുന്ന ആളുടെ കൃഷി സ്ഥലമാണ് ഒലിച്ചു പോകുകയും ചെയ്തിട്ടുള്ളത്. ആ ചേട്ടൻ നമ്മളോടൊപ്പം ചേർന്നു. ചേട്ടൻ എന്തൊക്കെ കൃഷിയായിരുന്നു ഉണ്ടായത്? വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ഏലം, കുരുമുളക്, കാപ്പി 2-3 ഏക്കർ സ്ഥലം പോയിട്ടുണ്ട്. ഇന്നലെ രാത്രി ശക്തമായ മഴയായിരുന്നു. അതായിരുന്നു. ഈ പ്രദേശത്ത് ഇത്തരത്തിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്നതാണ്. 2018 ഉണ്ടായിട്ടുണ്ട്. ചേട്ടാ, ഇങ്ങനെ മണ്ണിടിഞ്ഞ ഇതൊരു റോഡാണ്, അതുകൊണ്ട് തന്നെ ഈ റോഡ് അപകടാവസ്ഥയിലായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ആശങ്കയുണ്ടോ? ആശങ്കയുണ്ട് തീർച്ചയായിട്ടും. ഇതിന്റെ അടുത്ത് 2018 പ്രളയത്തിൽ ഏതാണ്ട് 60 അടിക്കോളം നീളത്തിൽ റോഡ് പൂർണ്ണമായി ഇടിഞ്ഞു പോവുകയും പിന്നെ നാട്ടുകാർ അപ്പുറം ഉണ്ടായിരുന്ന പാറ ഇടിച്ചാണ് റോഡ് റെഡിയാക്കി എടുത്തത്. അതിൻ്റെ ഒരു 50 മീറ്റർ ഇപ്പുറയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ റോഡ് അപകടത്തിൽപ്പെട്ടാൽ ഇതിൻ്റെ അപ്പുറയിലോട്ടുള്ള റോഡിന് എൻട്രൻസ് ഇല്ലാത്തതാണ്. ഏതാണ്ട് 60ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പോകുക പ്രദേശത്ത്. അത് തന്നെയാണ്, ഈ റോഡിനോട് ചേർന്നുള്ളൊരു സ്ഥലത്തു നിന്നാണ് ഈ മണ്ണ് ഒലിച്ച് പോയിരിക്കുന്നത്. ഉരുൾപൊട്ടലല്ല, മണ്ണൊലിച്ച് പോയിരിക്കുകയാണ്. ഈ റോഡ് അപകടാവസ്ഥയിലായിട്ടുണ്ട്. ശക്തമായൊരു മഴ പെയ്താൽ വീണ്ടും ഈ മണ്ണിടിഞ്ഞ് ഈ റോഡ് പൂർണ്ണമായിട്ടും ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയിലേക്കാകുമോ എന്നൊരു സംശയം നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും പ്രദേശത്ത് മഴ മാറി നിൽക്കുന്നത് അത് ആശ്വാസകരമായ കാര്യം തന്നെയാണ് അനുജ. അതാണ് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള വിവരം. ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പക്ഷെ കഴിഞ്ഞ രാത്രിയൊക്കെ അതിശക്തമായ മഴ പെയ്യുകയായിരുന്നു. വലിയ കൃഷിനാശം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.